ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെടി പരിചയപ്പെടുത്തൊരു ആ ചെടി നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിന്. അപ്പോൾ ഏതാണെന്ന് ചെടി എന്ന് ചോദിച്ചാൽ ഇതാണ് ഈ ചെടി കേട്ടോ. ZZ പ്ലാന്റ് എന്ന് പറയും, ZZ ചെടി എന്ന് പറയട്ടതിന്. അപ്പം ഞാൻ എന്താ ഈറ്റാലൊരു തണ്ട് ചെടീൻ്റെ ഒരു തണ്ട് എടുത്തിന് കേട്ടോ. ആ അത് തന്നെ നമുക്ക് 3 കട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ചെടി എന്താ പറയുക നല്ല ഉഷാറിൽ തന്നെ വേഗം ഉണ്ടാവും കേട്ടോ. പിന്നെ അധികം സൂര്യപ്രകാശം ഒന്നും വേണ്ട ആവശ്യമില്ല. സൂര്യപ്രകാശം അധികം വേണ്ട, വെള്ളവും അധികം വേണ്ട കേട്ടോ. വേഗം പിടിക്കുന്ന ഒരു ചെടിയാണ്, നല്ല ഭംഗിയാണിത്. അപ്പോൾ ഇതാ ഞാൻ ഈ ചട്ടിയൊക്കെ ഇതാ മണ്ണൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിന് കേട്ടോ. നമ്മളെ അടുത്ത് പിന്നെ മണ്ണിങ്ങനെ ഞാൻ ഓൾറെഡി ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നതാണ്, എന്തെങ്കിലും കിട്ടുമ്പോൾ വേഗം തന്നെ നടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ചട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ചട്ടി കേട്ടോ. ഇതിൻ്റെ റേറ്റ് 20 രൂപ. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ടാഗ് ചെയ്ത് വെച്ചോളാം കേട്ടോ, ചട്ടിക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഞാൻ ഈ 3 കട്ടിങ് ആക്കി വെച്ചിന് നമ്മൾ ചെടി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ നടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കൂടി ഉണ്ടാവും കേട്ടോ, നല്ല ഉഷാറിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അടിയിലൊരു കാഴയായിട്ടാട്ടോ വരിക. പിന്നെ ഇതിൻ്റെ ഇല വരെ നട്ടാൽ തന്നെ ഇല തന്നെ വേഗം ഉണ്ടാവും കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇത് മുളക്കൂല, ഇത് കുറച്ചൊരു താമസം പിടിക്കിട്ടോ. അത് നട്ട് നമുക്ക് എന്തായാലും ഒരു മാസമൊക്കെ പിടിക്കും. ഇത് ഇതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങോട്ട് നിൽക്കും, പിന്നെ പെട്ടെന്ന് കാണാം ഇതിൽ ഇങ്ങോട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് ഉണ്ടായി വരണം കേട്ടോ. ഇതുണ്ടായാൽ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കോഴികൾ അങ്ങനത്തെ ഒക്കെ മൃഗങ്ങളൊന്നും കഴിക്കുന്നിടത്ത് വെക്കരുതേ. ഇത് ചെറിയൊരു വിഷവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ എങ്ങനെയുണ്ട് ഈ ചെടി നമ്മൾ ഇതുപോലെ ചെറിയൊരു തണ്ട് കിട്ടിയതാണ്, അത് ഇത്ര പോലെ നമ്മൾ നട്ട് പിടിപ്പിച്ച് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ വളർത്തിയെടുത്തണം കേട്ടോ. ചെടി നല്ല ഭംഗിയാണ്, ആര് കണ്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചെടി കേട്ടോ. എവിടെയും നമുക്കിത് വീട്ടിൻ്റെ അകത്തും ഒക്കെ വെക്കാൻ പറ്റിയൊരു ചെടി. അധികം സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് എങ്ങനെയുണ്ട് ഇത്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതാ ഞാൻ ഒന്ന് ഇളക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ നനവ് എന്ന് പറയുന്നത് അധികം നനക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ ചട്ടിയിലുള്ള തന്നെ അധികം വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ശേഷം ആഴ്ചയിൽ 1-2 പ്രാവശ്യം നനച്ചാൽ മതി. സ്ഥിരമായിട്ട് നനക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് അധികം വെള്ളം കിട്ടേണ്ട ആവശ്യമില്ല ഇതിന്, ഈ ചെടിക്ക്. അപ്പം നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതൊന്ന് നട്ട് പിടിപ്പിച്ചിട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും നമ്മൾ സിറ്റ് ഔട്ടിലേക്കാട്ടോ വെച്ചത്. അപ്പം ഞാൻ ചെറിയ പോട്ടിലുകളിലൊക്കെ ഞാൻ ഇതുപോലെ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊന്ന് ഇപ്പം നട്ടതിനൊന്ന് ഇങ്ങനെ തെളിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം നമ്മളെ കയ്യിൽ 2 ബോട്ടിലുകളുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഈ ബോട്ടിലിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് ചെടികൾ നടാമെന്ന് വിചാരിച്ച്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം നോമ്പാണല്ലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക കേട്ടോ. ഇനി നമ്മളെ ഈ 2 ബോട്ടിലും നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം നിറക്കുക. പിന്നെ നമ്മൾ ഈ കപ്പൊക്കെ കാണുമ്പം ഓരോരുത്തർ പറയിട്ട് വൃത്തിയില്ല എന്നുള്ളത്, നമ്മളിത് ചെടിക്കൊക്കെ വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കപ്പാട്ടോ. പിന്നെ ഒന്നും ക്ലീൻ ആക്കലൊന്നുമില്ല. പിന്നെ ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേക്കണോണ്ടാണ് ഇതിൻ്റെ കപ്പിലൊക്കെ അങ്ങനത്തെ ഒരു ചെളി ഉള്ളതായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിലൊക്കെ ഒന്ന് വെള്ളം നിറച്ച് വെക്കട്ടെ. ഇങ്ങനത്തെ ഒക്കെ ഒരു ബോട്ടിൽ കിട്ടുമ്പോൾ വെള്ളത്തിൽ നടുന്ന ചെടികളുണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. നമ്മളോരോ ദിവസം ഓരോ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ എന്താണല്ലോ, ഒഴിവാക്കിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇങ്ങനെ നടുകയും ചെയ്യാം. ഒരു മനസ്സിനൊരു സന്തോഷമാണ് ചെടികളൊക്കെ വീട്ടിലൊക്കെ വളർത്തുന്ന ചെടി പച്ചക്കറികളൊക്കെ വളർത്തുമ്പോൾ നമുക്ക് കുറച്ച് ടൈം അതിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം സമാധാനമൊക്കെയാണ് കേട്ടോ. സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ചെടികൾ ഇങ്ങനെ നോക്കുക, എന്നിട്ട് അതൊക്കെ പൂവിട്ടിരിക്കുന്നത് കുറേ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. എനിക്കുള്ള കാര്യമായിട്ടുള്ളൊരു പണി തന്നെ കേട്ടോ. ചെടികളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ തീറ്റള വീത്തരം നടക്കും, നമ്മളെ മക്കളെ സ്നേഹിക്കണ പോലെ. പണ്ടില്ലേ ഈ പ്ലാന്റ് ഉണ്ടില്ലേ, ഞാൻ ഇതിലേക്ക് നട്ട് വെച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് വെച്ച് നല്ല ഭംഗിയില്ലേ, മണി പ്ലാന്റാണ് ഇട്ടത്. അപ്പം ഞാനിതിന് ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഭംഗി. അപ്പം ഞാനൊന്ന് നമ്മളെ കയ്യിലൊരു ചെടിച്ചട്ടി ഉണ്ട്, ആ ചട്ടിയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വെച്ചപ്പോൾ ഇതെന്താ നമുക്ക് നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ടേബിളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചെടുക്കാം. അപ്പോൾ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇതിൽ വെക്കും, നല്ലൊരു ഭംഗിയാണ്. കാണുമ്പം തന്നെ ഇതിൻ്റെ ഭംഗി എല്ലാവർക്കും അറിയാം. ഇതുപോലൊക്കെ നട്ടൊരു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ.
ഞാൻ ഓരോ വീട്ടിലൊക്കെ പോയാൽ എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞമ്മക്ക് ഇനി ഒരു കുപ്പി കിട്ടീന്, നല്ല കളറിലുള്ളൊരു കുപ്പി. അപ്പം ഞാൻ അതിലേക്കൊന്ന് ഈ ചെടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ചെടി കണ്ടപ്പോൾ വലിയൊരു ഉഷാറൊന്നുമില്ല, എന്നാലും വെക്കാറോ എന്ന് വിചാരിച്ചൊന്ന് വെച്ച് നോക്കിയിട്ടോ. വെച്ച് നോക്കിയപ്പോൾ വലിയൊരു ഉഷാറ് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേണ്ട, വേറൊരു മണി പ്ലാന്റ് എടുത്ത് നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാനൊന്ന് വേറൊരു മണി പ്ലാന്റ് പോയി കട്ട് ചെയ്തെടുത്തും കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ. ഇതുപോലൊക്കെ ഒരുപാട് പേര് നട്ടവരുണ്ടെങ്കിൽ ഓരോ എന്തിലൊക്കെയാണ് നിങ്ങൾ നട്ടത് എന്നുള്ളതും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഈ മണി പ്ലാന്റ് ഇതിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതാണ് എനിക്ക് ഒന്നുകൂടി ഭംഗിയെന്ന് തോന്നിട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അപ്പം നമ്മളെ കയ്യിൽ ഒഴിവാക്കിയ എന്ത് ബോക്സുകളും പെട്ടികളും കുപ്പികളും എന്തുണ്ടെങ്കിലും നമുക്ക് അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടാട്ടോ. നട്ട് നമുക്ക് എങ്ങനെയെങ്കിലും എന്നല്ല, എന്തെങ്കിലും രീതിയിലുള്ള ഒരു പച്ചക്കറിയെങ്കിലും ഒരു തൈയെങ്കിലും ദിവസം നട്ട് നോക്കേണ്ടി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. നിങ്ങളെ കമൻറ്റുകളിലൂടെയാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കെ, ബൈ.